ഏയ് രഞ്ജിത്ത്, ഒന്ന് പയ്യെ എറിഞ്ഞു കൊടുക്ക്. ആ ബാറ്റിലൊന്ന് തട്ടെങ്കിലും ചെയ്യട്ടെ. ചേട്ടാ സൂര്യ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കേട്ടോ. വേണ്ട, തോക്കുമ്പോ കൃത്യമായിട്ട് തന്നെ തോൽക്കട്ടെ. ഓക്കെ. ആ പോയി അറിയ. മത്സരം ടൈറ്റ് ആയിരിക്കുകയാണ്. ഇനി 2 ബോൾ 10 റൺസ്. എടാ സൂര്യ, സൂര്യ ഒന്നുകിൽ 2 6 അല്ലെങ്കിൽ ഒരു 4ഉം ഒരു 6. അത് മസ്റ്റാ. സൂര്യ സാറേ, അടിപൊളി അടിപൊളി. Hey Ranjit, what happened? എന്തു പറ്റി? എറിഞ്ഞു കയറ്റിക്കൊടു. സാറിനോട് കളിച്ചാലേ ബോള് നിലം തൊടൂല ഏട്ടാ. അല്ല പിന്നെ. ഇനി 1 ബോൾ 4 റൺസ്. അതെ. രഞ്ജിത്ത്, എറിയ. എറിഞ്ഞോ? അയ്യോ, ഇത് കള്ളം. ഞാൻ റെഡിയായിട്ടില്ലായിരുന്നു. അവൻ റെഡിയായിട്ടില്ലെന്നേ. അവൻ റെഡിയായിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കളിച്ചത് മോശമായി കാണിച്ചത്. എറിയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ റെഡിയായിട്ടില്ലായിരുന്നു. ഞാൻ നിന്നില്ലായിരുന്നു. റെഡി ആയെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നു. പിന്നെ Surya, you're out of the game. You lost your wicket. Yes. പോടാ. രഞ്ജിത്ത്, കളിക്കാൻ അറിയാവുന്നതല്ലേ താൻ? അതെങ്ങനെയാ ഞാൻ സ്റ്റാൻഡ് എടുക്കാതിരിക്കുമ്പോ താൻ ബോൾ ചെയ്യുന്നത്? ഏയ് സൂര്യ, തോറ്റ സമ്മതിക്കും. Yes. അല്ലാതെ വെറുതെ. ആര് തോറ്റു? ആര് തോറ്റെന്നാ പറഞ്ഞേ? അതെ, കളിച്ച് ജയിച്ചാലേ ഏതൊരുത്തനും ഞാൻ സമ്മതിക്കും. പക്ഷെ ചതിച്ച് ജയിക്കാൻ ഒരുത്തനും ഞാൻ സമ്മതിക്കില്ല. ആദ്യം കുറച്ച് മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കും. തോറ്റ കഴിയുമ്പോ ഗ്രൗണ്ടിന്റെ നിയമങ്ങളൊക്കെ കുറ്റം പറയുന്നതേ പണ്ട് കാലം തൊട്ടേ ഉള്ളതാ. നീ ഒന്ന് പറയുന്നേ. അളിയൻ പറ, ഞാൻ റെഡിയായിരുന്നാ? പറ, ഞാൻ റെഡി ആയിട്ടാണോ ബോൾ ചെയ്ത്? ഞാൻ ശ്രദ്ധിച്ചില്ല. തേർഡ് അമ്പയറിന് കൊടുക്കാം. തേർഡ് അമ്പയർ പ്ലീസ്. അല്ല, ഒരു തേർഡ് അമ്പയർ. അത് ഡെഡ് ബോളാ. അതെ, വീണ്ടും ബോൾ ചെയ്താ പറ്റൂ. പോ ചെല്ല. ഇനി ബോൾ ചെയ്യാനേ സൗകര്യമില്ല. തോറ്റ വീട്ടിൽ പോണം മിസ്റ്റർ. സൂര്യ, ലിവ് ഇറ്റ്.
മനസ്സിലായോ? വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് നീ എന്ന് നീ ഇപ്പൊ വീണ്ടും തെളിച്ചു. എന്താ പത്മ ഇത്? എന്താ മോളെ ഈ നടക്കുന്നത്? സാറ് നല്ല ദേഷ്യത്തിലാ. സാറ് പറയുന്ന കാര്യ രാജേട്ടാ. ഇന്ന് ഭ്രാന്തായി കാണിക്കുന്നു. കളിയിൽ തോറ്റ് അംഗീകരിച്ച പോരെ, അതിന് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നേ? രഞ്ജിത്തിന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്കണം. കൈയെടുക്കാനാ പറഞ്ഞു. അച്ഛൻ മാറിയുന്നേ. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കള്ളനവൻ, പെരുങ്കള്ളൻ. മാറച്ച. സോറി ഏട്ടാ, ഇതാ അവന്റെ സ്വഭാവം. കണ്ടില്ലേ, ഒരു ചെറിയ കാര്യം പോലും അവന് ഉൾക്കൊള്ളാനാവില്ല. ഭ്രാന്ത് അവന്, ഭ്രാന്ത്. ആരാ കളിക്കുന്നെന്നോ ആരാ കണ്ടു നിൽക്കുന്നെന്നോ ഒന്നും അറിയണ്ട അവന്. അവന്റെ ഭ്രാന്ത് ജയിക്കണം. കഷ്ടം. മോനെ സോറി. മോനെ നീ ഓക്കെ അല്ലേ? സൂര്യ, എന്താണ് നീ കാണിക്കുന്നത്? അച്ഛാ, അതേ എന്നോട് സംസാരിക്കാൻ വരണ്ട, അതാ നല്ലത്. എടാ, ഒരു കുട്ടിക്കളിയുടെ കാര്യത്തിനാ നീ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുട്ടിക്കളിയാണ്, ഞാൻ സമ്മതിച്ചു. നമ്മുടെ ഉമ്മറത്ത് നടന്നതുവാ. പക്ഷേ അവൻ ചീറ്റ് ചെയ്തു. അതച്ഛൻ കണ്ടതല്ലേ? അതാ അവന്റെ സ്വഭാവ. എടാ, ഒരു കളിയല്ലേ, ഒന്നുമില്ലെങ്കിൽ. ഒരു കളിയുടെ പേരിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അച്ഛാ. രാജ്യങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറില്ലേ? യുദ്ധങ്ങൾ ഉണ്ടാവാറില്ലേ? അല്ല, അച്ഛൻ ഈ ലോകം മുഴുവൻ അത് കാണാറില്ലേ? എടാ, അതും ഇതുമായിട്ട് എന്താ ബന്ധം? പരസ്പരം ഒരു സോറി പറഞ്ഞ നിസ്സാരമായിട്ട് തീരാവുന്ന ഒരു കാര്യമല്ലേ? അച്ഛാ, എനിക്കിത് പൊറുക്കാനാവില്ല. ഹീസ് എ ചീറ്റ്. ഞാൻ ആദ്യം മുതലേ നിങ്ങളോടൊക്കെ പറയുന്നുണ്ട്, അവൻ ശരിയല്ല ശരിയല്ല ശരിയല്ലാന്ന്. എന്ത് ശരിയല്ലെന്നാ ഇവൻ പറയുന്നേ? ഒരുമാതിരി വെറു പിടിച്ച തെരുവ് പിള്ളേരെ പോലെ. അതെ, അത് തന്നെയാ നീ കാണിച്ച സ്വഭാവം. കളിയാവുമ്പോ തോക്കും ജയിക്കും. തോക്കുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. അല്ലാത്തവര് കളിക്കാൻ ഇറങ്ങരുത്. ആങ്ങളുടെ മകൻ കൃത്രിമം കാണിച്ചാൽ അത് ശരി, ഞാനത് ചോദ്യം ചെയ്താ അത് തെറ്റ് അല്ലേ? എടാ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ലോ ആ രഞ്ജിത്തിനോടുള്ള നിന്റെ ഈഗോ. കാരണം എന്താ? അവൻ നിന്നെക്കാളും മാന്യമായിട്ട് നടക്കുന്നു. സ്വന്തം കുടുംബത്തിലായാലും മറ്റുള്ളവരുടെ കുടുംബത്തിൽ ചെന്ന് കയറിയാലും അവ അന്തസ്സോടെ പെരുമാറും. അതാ നിനക്കൊന്നും സഹിക്കാൻ പറ്റാത്തത്.